മുരിങ്ങയില കൊണ്ടുള്ള ഒരു വെറൈറ്റി ഹെൽത്തി റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. കറി വെച്ചും തോരൻ വെച്ചും നാം കഴിക്കാറുണ്ട്. എന്നാൽ കൂടുതൽ ദിവസം പുറത്തിരുന്നാലും കേടാകാതെ ഇരിക്കാനും ഹോസ്റ്റലിലും അതുപോലെ ദൂരദേശങ്ങളിലൊക്കെ കൊടുത്തയക്കാനുമായിട്ട് ഈ ഡിഷ് വളരെ നല്ലതാണ്. മുരിങ്ങയിലെ ഇംഗ്ലീഷിൽ മോറിംഗ ലീവ്സ് എന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ പല വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും കുറവുകൾ പരിഹരിക്കാൻ മുരിങ്ങയില വളരെ നല്ലതാണ്. ഇത്രയധികം ഗുണമുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ മരത്തിനെ മിറക്കിൾ ട്രീ എന്ന് വിളിക്കുന്നത്. സ്വാദിഷ്ടവും ഗുണപ്രദവുമായ മുരിങ്ങയില സംബന്ധി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: 1 കപ്പ് നിറച്ച് മുരിങ്ങയില, അതേ അളവിൽ തേങ്ങ, 1/4 കപ്പ് ഉഴുന്നുപരിപ്പ്, 8 വറ്റൽമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, 5 കൊച്ചുള്ളി, നെല്ലിക്ക വലിപ്പത്തിലെ വാളൻപുളി, 1/4 സ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. പാൻ അടുപ്പിൽ വെച്ച് മുരിങ്ങയില ഇളക്കി വറക്കുക. പച്ചയില ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അടർത്തി കൊടുക്കുക. ഇപ്പോൾ ഇത് വറുത്ത് വന്നിട്ടുണ്ട്. കുറച്ച് മുരിങ്ങയില ഉണക്കിപ്പൊടിച്ചതുണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ ഈ സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. അതേ പാനിൽ മുളക് വറക്കുക. കുറച്ച് മൂക്കുമ്പോൾ ഉഴുന്നുപരിപ്പും ചേർത്ത് മൂപ്പിക്കുക. ഉഴുന്ന് പരിപ്പ് കരിയാതെ സൂക്ഷിക്കണം. കളർ മാറുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് 1/2 സ്പൂൺ കുരുമുളകും പിന്നെ എള്ളും കൂടെ ഇതിലേക്ക് ഇടുക. ഈ ചൂടിൽ എള്ള് മൂത്തുകൊള്ളും. ഇൻഗ്രീഡിയൻസിന് കൂട്ടത്തിൽ കുരുമുളകിൻ്റെ കാര്യം പറയാൻ ഞാൻ മറന്നുപോയായിരുന്നു. ഒന്നുകൂടി ഇളക്കിയിട്ട് ഇത് മുരിങ്ങയില വെച്ച പാത്രത്തിലോട്ട് ഇതുകൂടെ മാറ്റുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് തേങ്ങായും ഉള്ളിയും ഇഞ്ചിയും എല്ലാം ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി മൂപ്പിക്കുക. കളർ മാറുമ്പോൾ വാളംപുളിയും കായപ്പൊടിയും ചേർക്കുക. ഗ്യാസ് ഓഫ് ചെയ്ത് ഉപ്പ് ചേർക്കുക. കൂടുതൽ നാൾ സമ്മന്തിപ്പൊടി കേടുകൂടാതെ ഇരിക്കണമെങ്കിൽ തേങ്ങ ഈ നിറത്തിലെങ്കിലും മൂക്കണം. പ്ലേറ്റിൽ വെച്ചിരുന്ന വറുത്ത ഇൻഗ്രീഡിയൻസ് കൂടി വറുത്ത തേങ്ങയിലേക്ക് ആഡ് ചെയ്ത് ഇളക്കി ചൂടാറാൻ വെക്കുക. തണുത്തതിന് ശേഷം ഒരു മിക്സിയിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കുക. നൈസ് പൗഡർ ആക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഹെൽത്തിയും ടേസ്റ്റിയുമായ മുരിങ്ങയില സമ്മന്തിപ്പൊടി നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. സമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നതിന് മുൻപ് എല്ലാ ഇൻഗ്രീഡിയൻസും പാത്രങ്ങളും ക്രമീകരിച്ചാൽ നന്നായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഈസി ആൻഡ് ഹെൽത്തി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.